അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നരകാവകാശികളുടെ വിലാപത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിൻ്റെ 36, 37 ആയത്തുകളിൽ പറയുന്നുണ്ട്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, നിഷേധികൾക്ക് നരകത്തീയാകുന്നു ഉള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂത്തു, അവർക്കവിടെ മരണം വിധിക്കപ്പെടുകയില്ല, എങ്കിലല്ലേ അവർ മരിക്കുകയുള്ളൂ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവർക്ക് ശിക്ഷയിൽ ലഘൂകരണമുണ്ടാവുകയുമില്ല. കദാലിക നജ്സീ കുല്ല കഫൂർ, അപ്രകാരമാകുന്നു ഓരോ നിഷേധിക്കും പ്രതിഫലം നൽകപ്പെടുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ വെച്ചവർ ആർത്തട്ടഹസിക്കും. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, പുറത്താക്കണമേ, എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത കർമ്മങ്ങൾ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ, ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും ആയുസ് നൽകിയില്ലേ. ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിക്കുക. ഫമാലിദ്ദാലിമീന മിൻ നസീർ, അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകത്തിൽ വെച്ച് വിലപിക്കാതിരിക്കാൻ, നരകത്തിൻ്റെ ആ തീയിൽ വെന്തുരുകുമ്പോൾ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്ന ഖേദമില്ലാതിരിക്കാൻ, അവിടെ വെച്ച് ആർത്തട്ടഹസിക്കാതിരിക്കാൻ, നമുക്കല്ലാഹു നൽകിയ ആയുസ് ധന്യമാക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുക, അധാർമിക പ്രവർത്തനത്തിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നെഞ്ചേറ്റ് ജീവിക്കുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.